വെൽക്കം ടു എഡ്ജു വാലറ്റ്. +2 കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സെക്ഷൻസും പഠിച്ചു കഴിയാത്തവരുണ്ട്, ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയ കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാ ചാപ്റ്റേഴ്സും ക്ലബ് ചെയ്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്തായാലും നാളത്തെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട, പരീക്ഷയ്ക്ക് എന്തൊക്കെ ചോദിക്കൂ അതെല്ലാം ഇരട്ട വീഡിയോയിൽ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ടോപ്പിക്കായിട്ട് നോക്കാം. നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം പഠിക്കേണ്ട ഒന്നാണ് എന്താണ് സ്ട്രക്ചർ എന്നുള്ളത്. അതിൽ ചെറിയ ചെറിയ ഞാൻ ഈ പറയുന്നത് ഞാൻ നേരെ വായിക്കുകയല്ല, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക, ചെറിയ ചെറിയ പോയിന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഒന്ന്, സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതൊരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഈ ഡാറ്റ ടൈപ്പ് തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പും യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പും. ഇതൊരു യൂസേഴ്സിന് ഇഷ്ടം പ്രകാരം എഴുതാൻ പറ്റുന്ന, ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഡാറ്റ ടൈപ്സ് ആണ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുക, പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. വാട്ട് യു മീൻ ബൈ സ്ട്രക്ചർ? എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഓഫ് C++ ടു റെപ്രസെന്റ് എ കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ്. പരസ്പര ബന്ധമുള്ള, അപ്പോൾ ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ എല്ലാം ഇൻറ്റിജർ, അങ്ങനെ പരസ്പരം ബന്ധമുള്ള ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റംസുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വിച്ച് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്. ഇത് പല ടൈപ്പ് വരാം, ഇപ്പോൾ ഇൻറ്റിജറും ക്യാരക്ടറും പലതും മിക്സ് ആയിട്ട് വരാം, പക്ഷെ ഇത് തമ്മിലൊരു ബന്ധം വേണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഒരു 3 പോയിന്റ് ഓർത്ത് വയ്ക്കുക. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്, ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് ആണ് അതിലുണ്ടാവുക, ഡിഫറെൻറ്റ് ടൈപ്സും ആയിരിക്കും ഇവര്, ഇൻറ്റിജർ, ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. 3 കീവേഡ്സ് ഓർത്ത് വയ്ക്കുക. യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. ഇതിൻ്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കും, റൈറ്റ് ദ സിൻടാക്സ് ടു ഡിഫൈൻ സ്ട്രക്ചർ. എപ്പോഴും ഒരു സ്ട്രക്ചർ എഴുതുമ്പോൾ സ്ട്രക്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, ദെൻ സ്ട്രക്ചർ ടാഗ് ഒരു പേര് കൊടുക്കുക, അതിൻ്റെ ഉള്ളിൽ ഡാറ്റ ടൈപ്പ് കൊടുക്കുക, എന്നിട്ട് വേരിയബിൾ 1 വേരിയബിൾ 2 അങ്ങനെ കൊടുക്കുന്നത്. അവിടെയൊക്കെ നമുക്ക് സെമികോളൻ ഉണ്ട്, ഓരോന്നിൻ്റെയും സെമികോളൻ കൊടുക്കാൻ മറക്കരുത്. ഏറ്റവും താഴെ ആ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് സെമികോളൻ ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിളും കൂടി പഠിച്ചു വെച്ചോ. സ്ട്രക്ട് സ്റ്റുഡൻറ്റ് ഇൻറ്റ് അഡ്മിഷൻ നമ്പർ സെമികോളൻ, ക്യാർ നെയിം അപ്പോൾ എപ്പോഴും കൊടുക്കുമ്പോൾ അത് ക്യാരക്ടറാണ് ഡാറ്റ ടൈപ്പ് വരിക. ഗ്രൂപ്പൊക്കെ ആണ് ഇപ്പോൾ വല്ല ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, അതും ക്യാരക്ടർ തന്നെയാണ്. ദെൻ ഫീസ് ആവുമ്പോൾ ഫ്ലോട്ട് കൊടുക്കുക, കാരണം ഇൻറ്റിജർ കൊടുക്കണ്ട ഫീസിന്, കാരണം ഫീസൊക്കെ വല്ല പോയിന്റൊക്കെ വരാമല്ലോ, ഇപ്പോൾ 250 പോയിന്റ് അങ്ങനെയൊക്കെ വരാമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഫ്ലോട്ട് ഫീ കൊടുക്കുക. അപ്പോൾ എന്താണ് സ്ട്രക്ചർ, എങ്ങനെയാണ് സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അറേസും സ്ട്രക്ചറും തമ്മിലുള്ള കമ്പാരിസൺ. എത്രയോ തവണകളായി ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒന്നാണ് അറേസും സ്ട്രക്ചേഴ്സും എന്താണ്. അതിൽ ഒന്നാമത്തത് അറേസ് നമുക്ക് നോക്കാം. അറേസ് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, അത് ഓൾറെഡി മറ്റൊന്നിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. അതിൽ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഉണ്ടാവുക. ഇനി എലമെന്റ്സ് ഓഫ് എൻ അറേ റെഫറൻസ്ഡ് യൂസിങ് കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറേസിലെ എലമെന്റുകൾ എടുക്കുക. ഇപ്പോൾ അറേ ഓഫ് 0, അപ്പോൾ ആ ഫസ്റ്റത്തെ ആൾ വരും. അറേ ഓഫ് 1 എന്ന് പറയുമ്പോൾ തൊട്ടിപ്പുറത്തെ ആൾ വരും. അങ്ങനെ സബ്സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്യും. സോ എലമെന്റ്സ് ആർ റിട്രീവ്ഡ് അല്ലെങ്കിൽ എലമെന്റ്സ് ആർ റെഫറൻസ്ഡ് യൂസിങ് സബ്സ്ക്രിപ്റ്റ്സ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എലമെന്റ് ഓഫ് എൻ അറേ ബിക്കം അനദർ അറേ, മൾട്ടി ഡയമെൻഷണൽ അറേ ഇസ് ഫോംഡ്. മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അറേയുടെ ഉള്ളിൽ മറ്റൊരു അറേ വരിക. എലമെന്റ് ഓഫ് എൻ അറേ ബിക്കം അനദർ അറേ. ഓക്കെ, ഒരു അറേയുടെ ഉള്ളിലുള്ള എലമെന്റ്സുകളൊക്കെ വേറെ വേറെ അറേകളാവാം, അതാണ് മൾട്ടി ഡയമെൻഷണൽ അറേ. അറേ ഓഫ് സ്ട്രക്ചറും പോസിബിൾ ആണ്, അറേസ് നമുക്ക് സ്ട്രക്ചർ വെച്ചിട്ടും എഴുതാനായിട്ട് പറ്റും. അപ്പോൾ സ്ട്രക്ചർ എന്തൊക്കെ പോയിന്റ്, അതൊരു യൂസർ ഡിഫൈൻഡ് ആണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ അതിലുണ്ടാവും, ഇൻറ്റിജറും ക്യാരക്ടറും ഒക്കെ ഉണ്ടാവും. എലമെന്റ്സ് റെഫറൻസ് ചെയ്യാൻ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ സ്ട്രക്ട് ഡോട്ട്, അങ്ങനെ നമ്മൾ ആ എന്താണോ സ്ട്രക്ചറിന്റെ പേര് അത് ഡോട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുക. ഇനി വെൻ എലമെന്റ്സ് ഓഫ് എ സ്ട്രക്ചർ ബിക്കം അനദർ സ്ട്രക്ചർ, നെസ്റ്റഡ് സ്ട്രക്ചർ ഇസ് ഫോംഡ്. ഒരു സ്ട്രക്ചറിന്റെ ഉള്ളിൽ വേറെ സ്ട്രക്ചർ വരാം, നെസ്റ്റഡ് സ്ട്രക്ചർ എന്നാണ് പറയുക. സ്ട്രക്ചേഴ്സ് ക്യാൻ കണ്ടെയ്ൻ അറേ ആസ് എലമെന്റ്, സ്ട്രക്ചറിന്റെ ഉള്ളിൽ അറേസ് വരും. അറേ ഓഫ് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്, സ്ട്രക്ചറിന്റെ ഉള്ളിൽ അറേസ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കണം. നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുന്നത് അറേ ഡിറൈവ്ഡ് ആണ്, സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഇനി അറേസിൽ സെയിം ടൈപ്പ് ആയിരിക്കും ഡാറ്റ, മറ്റേതിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ്. അവിടെ നമ്മൾ സബ്സ്ക്രിപ്റ്റ്സ് യൂസ് ചെയ്യും, ഇവിടെ നമ്മൾ ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഇവിടെ മൾട്ടി ഡയമെൻഷണൽ അറേ, ഇവിടെ നെസ്റ്റഡ് സ്ട്രക്ചർ, ഇവിടെ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഉണ്ട്, സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ അറേസ് പോസിബിൾ ആണ്.
ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട അടുത്ത പോയിന്റർ എന്താണെന്നും പോയിന്റർ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ളതും അതിൻ്റെ ഓപ്പറേറ്റർ, 2 ഓപ്പറേറ്ററും പഠിച്ചു വെക്കുക. അത്ര വേണ്ടത് ഫുള്ള് പാരഗ്രാഫ് പഠിക്കേണ്ട. പോയിന്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു, ഒരൊറ്റ ലൈന്. പോയിന്റർ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ ആണ്. ഇപ്പൊ PTR1 എന്ന് പറഞ്ഞ ഒരു പോയിന്റർ ആണ്, അതൊരു വേരിയബിൾ ആണ്. ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് മെമ്മറി ലൊക്കേഷൻ. നമുക്ക് ഏതെങ്കിലും മെമ്മറി ലൊക്കേഷൻ നമ്മളെ കയ്യിലുണ്ട്, ഏതോ ഒരു ഡാറ്റ ഇരിക്കുന്ന ഒരു സ്ഥലം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ അഡ്രസ്സ്, ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ്, അപ്പൊ എൻ്റെ വീട്ടിന്റെ അഡ്രസ്സ് അത് സ്റ്റോർ ചെയ്യുന്ന ആളാണ് പോയിന്റർ. ഇപ്പൊ ഞാനാണ് ഡാറ്റ, ഞാൻ ഇരിക്കുന്നത് എൻ്റെ വീടിന്റെ ഉള്ളിലാണെങ്കിൽ എൻ്റെ വീടിന്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന ആളാണ് പോയിന്റർ. സോ പോയിന്റർ ഇസ് എ വേരിയബിൾ ദാറ്റ് ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. അതിൻ്റെ ഉള്ളിൽ അഡ്രസ് ആണ് ഉണ്ടാവുക കേട്ടോ. നമ്മളെപ്പോഴും അത് ഡിക്ലെയർ ചെയ്യാൻ ഒരു ഡാറ്റ ടൈപ്പ് ആദ്യം കൊടുക്കുക, എന്നിട്ട് സ്റ്റാർ കൊടുക്കുക, വേരിയബിളിന്റെ പേര് എഴുതുക. ഇപ്പൊ എക്സാമ്പിൾ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ആദ്യം കൊടുക്കണം, സ്റ്റാർ PTR1, അല്ലെങ്കിൽ ഫ്ലോട്ട് സ്റ്റാർ PTR2, അല്ലെങ്കിൽ സ്ട്രക്ട് സ്റ്റുഡൻറ് സ്റ്റാർ PTR3. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പോയിന്ററുകളെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം, അല്ലെങ്കിൽ പോയിന്ററുകൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. ഇൻറ്റ് ആദ്യം ഡാറ്റ ടൈപ്പ്, പിന്നെ സ്റ്റാർ, ഒരു പോയിന്ററിന്റെ പേര്. ഇനി പോയിന്ററിലെ 2 ടൈപ്പ് ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്, അഡ്രസ് ഓഫ് ഓപ്പറേറ്ററും അടുത്തത് ഡി റെഫറൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ വാല്യുവേറ്റ് ഓപ്പറേറ്റർ എന്നൊക്കെ നമ്മൾ പറയും. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിൾ നമ്മൾ കയ്യിലുണ്ട്. ഇപ്പൊ ഞാനിരിക്കുന്ന സ്ഥലം എൻ്റെ വീടാണെന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ വീടിന് ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുക, നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, ആ നമ്മിന്റെ ഉള്ളിൽ ആരോ ഉണ്ട്, നമ്മിന്റെ ഉള്ളിൽ ഒരു 10 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്. അപ്പൊ നമ്മിന്റെ അഡ്രസ്സ്, ഈ നം എന്ന് പറഞ്ഞ പെട്ടിയുടെ ഉള്ളിൽ 10 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്, ആ നമ്മിന്റെ ലൊക്കേഷൻ, നമ്മിന്റെ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യണം. അപ്പോൾ ഒറ്റ ചെറിയ ഷോർട്ടായിട്ട് പഠിക്കുക, അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ. അപ്പൊ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ടു ഗെറ്റ് ദ വാല്യൂ, അതിൻ്റെ ഉള്ളിലത്തെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടു റിട്രീവ് ദ വാല്യൂ പോയിന്റഡ് ടു ബൈ ദ പോയിന്റർ. ആ പോയിന്ററിന്റെ ഉള്ളിൽ ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ നം എന്ന് പറയുന്ന ഒരു ബോക്സ്, നം എന്ന് പറഞ്ഞ ചെറിയൊരു പെട്ടിക്കളി, ആ നമ്മിന്റെ ഉള്ളിൽ 1000 എന്ന് പറയുന്ന ഒരു മെമ്മറി ഉണ്ട്. അപ്പൊ നേരെ 1000ലേക്ക് പോകും. 1000 എന്താ നോക്കും, അതിന്റെ ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത ഇതിൽ കാണിക്കുന്നുണ്ട്, അപ്പൊ നോക്കാം. അപ്പൊ 2 ഓപ്പറേറ്റർ ഉണ്ട്. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക, ആംപേഴ്സെന്റ് എന്നാണ് അതിന് വായിക്കുക. ഇതാണ് അഡ്രസ് ഓഫ് ഓപ്പറേറ്ററിന്റെ സൈന്. അടുത്തത് ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡി റെഫറൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഒന്ന് അഡ്രസ്സ് കിട്ടാനും ഒന്ന് വാല്യൂ റിട്രീവ് ചെയ്യാനുമാണ്. ഓക്കെ, ഒന്ന് ടു ഗെറ്റ് ദ അഡ്രസ്, മറ്റേത് ടു ഗെറ്റ് ദ വാല്യൂ. മറക്കണ്ട. ഇനി അടുത്ത എന്താണ് മെമ്മറി ലീക്ക്? പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒന്നാണ് മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയേ ഉള്ളൂ. ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. അതായത് എനിക്കിപ്പോൾ കമ്പ്യൂട്ടറിൽ കുറച്ച് സ്ഥലം വേണം, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു സ്ഥലം ഞാൻ മാറ്റി റിസർവ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു, അത് ഡിലീറ്റ് ചെയ്യാൻ മറന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് മെമ്മറി ബ്ലോക്ക് ആണ് എന്നാണ് നമ്മൾ പറയാം. സോ മെമ്മറി ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക, കുറേ മെമ്മറികൾ അവിടെ വെറുതെ കിടക്കും, ബാക്കിയുള്ളവർക്ക് ഉപയോഗിക്കാനും പറ്റില്ല, കുറേയൊക്കെ അവിടെ വേസ്റ്റ് ആയി കിടക്കുകയും ചെയ്യും. ഇതാണ് മെമ്മറി ലീക്ക്. ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇഫ് ദ മെമ്മറി അലോക്കേറ്റഡ് യൂസിങ് ന്യൂ ഓപ്പറേറ്റർ ഇസ് നോട്ട് ഫ്രീഡ് യൂസിങ് ഡിലീറ്റ്. ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അലോക്കേറ്റ് ചെയ്ത മെമ്മറി നോട്ട് ഫ്രീ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മെമ്മറി സെറ്റ് ടു ബി ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക്. ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുക. ദിസ് മെമ്മറി ബ്ലോക്ക് ഈസ് അലോക്കേറ്റഡ് ഓൺ ഈച്ച് എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഈ മെമ്മറി ബ്ലോക്ക് അവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദിസ് എ പാർട്ട് ഓഫ് മെമ്മറി സീംസ് ടു ബി അപ്പിയർ ഓൺ എവറി റൺ ഓഫ് പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴൊക്കെ ഈ മെമ്മറി അവിടെ വെറുതെ കിടക്കും. ആൻഡ് ഇവൻച്വലി ദ എമൗണ്ട് ഓഫ് മെമ്മറി കൺസ്യൂംഡ് ഹാസ് ആൻ ഇൻഫേവറബിൾ എഫക്ട്. ദ സിറ്റുവേഷൻ ഈസ് നോൺ ആസ് മെമ്മറി ലീക്ക്. അപ്പൊ എന്തുകൊണ്ടാണ് മെമ്മറി ലീക്ക് ഉണ്ടാവുന്നത്? ഫോർഗെറ്റിംഗ്. ഈ 2 പോയിന്റ് നിങ്ങൾ പഠിച്ചാലും മതി. ഫോർഗെറ്റിംഗ്, മറക്കുന്നു. ടു ഡിലീറ്റ് ദ മെമ്മറി ദാറ്റ് ഹാസ് ബിൻ അലോക്കേറ്റഡ് ഡൈനാമിക്കലി യൂസിങ് ന്യൂ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ അലോക്കേറ്റ് ചെയ്ത മാറ്റി വെച്ച മെമ്മറി എന്ത് ചെയ്തില്ല, ഡിലീറ്റ് ചെയ്യാൻ മറന്നുപോയാൽ മെമ്മറി ലീക്ക് ഉണ്ടാവും. ഫെയിലിംഗ് ടു എക്സിക്യൂട്ട് ദ ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് ഡ്യൂ ടു പുവർ ലോജിക് ഓഫ് ദ പ്രോഗ്രാം കോഡ്. പ്രോഗ്രാം കോഡിൽ വല്ല പ്രശ്നം വന്നു, ഡിലീറ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് റൺ ചെയ്യാനും പറ്റുന്നില്ലെങ്കിലൊക്കെ മെമ്മറി ലീക്ക് ഉണ്ടാവും. സോ മെമ്മറി ലീക്ക് നമ്മൾ എന്തായാലും ഡിലീറ്റ് ഓപ്പറേറ്റർ വെച്ച് ഡി അലോക്കേറ്റ് ചെയ്യണം. അപ്പൊ ന്യൂ ഉപയോഗിച്ച് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, ഡിലീറ്റ് ഉപയോഗിച്ച് മെമ്മറി ഡി അലോക്കേഷൻ ചെയ്യണം. അതർവൈസ് ദർ ഇസ് എ ചാൻസ് ഓഫ് മെമ്മറി ലീക്ക്.
ഇനി എന്താണ് ഡൈനാമിക് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈനാമിക് അറേ ഇസ് എ കളക്ഷൻ ഓഫ് മെമ്മറി ലൊക്കേഷൻസ് ക്രിയേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം. നമ്മൾ പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മെമ്മറി അവിടെ അലോക്കേറ്റ് ആവുക, അത്രമാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് അറേ അല്ലെങ്കിൽ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മെമ്മറി അലോക്കേറ്റഡ് ഡ്യൂറിങ് റൺ ടൈം. റൺ ചെയ്യുമ്പോൾ തന്നെ മെമ്മറി അലോക്കേറ്റ് ആവുക. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ന്യൂ എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ആണ്, നേരത്തെ പറഞ്ഞല്ലോ. അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്, പോയിന്റർ വേണം, ന്യൂ, എന്നിട്ട് ഡാറ്റ ടൈപ്പ്, സൈസ്. ന്യൂ എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡൈനാമിക് അറേ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് എന്താണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ? സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദ എലമെന്റ് ഇസ് എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ. അതായത് ഒരു സ്ട്രക്ചർ അതിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റർ വരിക, കണ്ടോ, സ്റ്റാർ എന്ന് പറഞ്ഞിട്ട്. എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ്, ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് എംപ്ലോയി. ആ എംപ്ലോയി ഉപയോഗിച്ച് സ്റ്റാർ EP എന്ന് പറഞ്ഞൊരു പോയിന്റർ. അപ്പോൾ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഒരു പോയിന്റർ വരുമ്പോഴാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ, സ്വയം റെഫറൻസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ. EP എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആണ്, ഡാറ്റ ടൈപ്പ് എംപ്ലോയി. സോ ഇറ്റ് ഇസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് അതിൻ്റെ ഉള്ളിലെ വൺ ഓഫ് ദ എലമെന്റ്, ഒരു എലമെന്റ് ഇസ് എ പോയിന്റർ ടു ദ സെയിം സ്ട്രക്ചർ. ആ സ്ട്രക്ചറിലേക്ക് തന്നെ പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ അതിൻ്റെ ഉള്ളിലുണ്ട്. അതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അടുത്തത് എന്താണ് പ്രൊസീജിയറൽ പാരഡിം, എന്താണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡിം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊസീജിയറൽ പാരഡിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഈസ് അണ്ടർ വാല്യൂ. അതായത് നമുക്ക് രണ്ട് രീതിയിലാണ് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പാരഡിം ഉണ്ട്, പ്രൊസീജിയറൽ അല്ലെങ്കിൽ ഊപ്പ് എന്നൊക്കെ നമ്മൾ പറയും. അതായത് പ്രോഗ്രാം എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത്. സോ പ്രോഗ്രാംസിനെ നമുക്ക് രണ്ട് രീതിയിലാണ് എഴുതാനായിട്ട് പറ്റുക. ഒന്നുകിൽ പ്രൊസീജിയർ ഓറിയന്റഡ് ആയിട്ട്, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്. ഇതിന്റെ പ്രൊസീജിയറിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഡാറ്റയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല, പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ്. ക്രിയേറ്റിംഗ് ന്യൂ ഡാറ്റ ടൈപ്പ്, അവിടെ നമുക്ക് പുതിയ പുതിയ ഡാറ്റ ടൈപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെ പുവർ റിയൽ വേൾഡ് മോഡലിംഗ് ഒന്നും അവിടെ പോസിബിൾ അല്ല. ഒബ്ജക്റ്റ് ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഡാറ്റയ്ക്ക് കൊടുക്കും, പ്രൊസീജിയറിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ന്യൂ ഡാറ്റ ടൈപ്സ് നമുക്ക് അവിടെ ഉണ്ടാക്കാനായിട്ട് പറ്റും, റിയൽ വേൾഡ് സിനാരിയോസ് ഒക്കെ നമുക്ക് അവിടെ കൊണ്ടുവരാം. അപ്പോൾ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ പ്രശ്നങ്ങൾ പഠിച്ചു വെക്കുക, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്ലാസ്സും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡാറ്റ ഉണ്ടാവും, ഫങ്ഷൻസും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഡാറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഡാറ്റയും ഉണ്ടാവും, അതിൽ കുറേ ഫങ്ഷൻസും ഉണ്ടാവും. ആക്സസ് സ്പെസിഫയേഴ്സ്, പ്രൈവറ്റ്, പബ്ലിക് ആൻഡ് പ്രൊട്ടക്ട്. അതിൻ്റെ ഉള്ളിൽ ക്ലാസിൻ്റെ ഉള്ളിൽ 3 ആൾക്കാരുണ്ട്. പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ചില ആൾക്കാരെ കൊടുക്കാം, പബ്ലിക് ആയിട്ട് കൊടുക്കാം, പ്രൊട്ടക്ടർ ആയിട്ട് കൊടുക്കാം. സ്ട്രക്ചറിൽ അങ്ങനെ ഒന്നുമില്ല, നോ ആക്സസ് സ്പെസിഫയർ, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒന്നുമില്ല. ബൈ ഡിഫോൾട്ട് മെമ്പേഴ്സ് ആർ പ്രൈവറ്റ്, നമ്മൾ പ്രത്യേകം കൊടുത്തില്ല, പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്ട് കൊടുത്തില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് അത് പ്രൈവറ്റ് ആണ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല, ആക്സസ് സ്പെസിഫയേഴ്സ് ഇല്ല, ബൈ ഡിഫോൾട്ട് മെമ്പേഴ്സ് എല്ലാം പബ്ലിക് ആണ് സ്ട്രക്ചറിൽ കേട്ടോ. അടുത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള essay ക്വസ്റ്റ്യൻ ആണ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഊപ്പ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പാരഡിം. ഊപ്പിൻ്റെ കൺസെപ്റ്റ്സുകളാണ്, ഇതിൽ ഓരോന്നും സെപ്പറേറ്റ് ചോദിക്കും. ഒന്ന് ഡാറ്റ അബ്സ്ട്രാക്ഷൻ, ഡാറ്റ എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ് ആൻഡ് മൊഡ്യൂലാരിറ്റി, 5 എണ്ണാണുള്ളത്. ആദ്യം ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആണ്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം കാണിക്കുക. ഇപ്പോൾ ഒരു കാറാണെങ്കിൽ ഈ കാറിൻ്റെ ഉള്ളിൽ എന്ത് നടക്കുന്നു നമുക്കറിയില്ല, ആവശ്യമുള്ളത് മാത്രമേ പുറത്തുള്ളൂ, വണ്ടി ഓടിക്കാനുള്ള സംഭവങ്ങൾ. അതേപോലെ അതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഇറ്റ് റെഫേഴ്സ് ടു ഷോയിങ് ഓൺലി ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ഹൈഡിങ് ദ ഡീറ്റെയിൽ ഫ്രം ഔട്ട്സൈഡ് വേൾഡ്. അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം കാണിക്കുന്നതാണ് ഡാറ്റ അബ്സ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുളിക പോലെ, അതിൻ്റെ ഉള്ളിൽ ഡാറ്റ ഉണ്ടാവും, ഫങ്ഷൻസും ടുഗെദർ. ഇപ്പോൾ ഒരു ഗുളികയുടെ ഉള്ളിൽ മരുന്നും ഉണ്ട്, പുറത്തൊരു പ്ലാസ്റ്റിക് കവറിങ്ങും ഉണ്ട്. അതേപോലെ ഡാറ്റ എൻകാപ്സുലേഷൻ, ഇറ്റ് ബൈൻഡ്, എന്തിനൊക്കെ ബൈൻഡ് ചെയ്യുന്നു, ഡാറ്റേനും ഫങ്ഷൻസിനെയും ഒരുമിച്ച് നിർത്തുന്നതാണ് ഡാറ്റ എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഒരെണ്ണം തന്നെ പല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുക. ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ടീച്ചറാണ്, ഞാൻ എൻ്റെ വീട്ടിലൊരു വൈഫാണ്, ഞാൻ എൻ്റെ പാരൻസിൻ്റെ ഒരു ഡോട്ടറാണ്, അപ്പം ഞാൻ തന്നെ പല രീതിയിലാണ്. അതാണ് പോളിമോർഫിസം. ദ എബിലിറ്റി ടു പ്രോസസ് ഒബ്ജക്റ്റ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദ ഡാറ്റ ടൈപ്പ് ഓർ ക്ലാസ്. ഒരു പ്രോസസ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക.
ഇപ്പോൾ ഒരാൾക്ക് തന്നെ പല രീതിയിൽ സംസാരിക്കാൻ പറ്റുക, അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. സോ എബിലിറ്റി ടു പ്രോസസ് ഒബ്ജക്റ്റ് ഡിഫറെൻ്റ്ലി, ഒരു ഒബ്ജക്റ്റിനെ പല രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യാം. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്ട്സ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് അനദർ ക്ലാസ്. ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ പാരൻസിൻ്റെ അതേ സ്വഭാവങ്ങൾ നമുക്ക് കിട്ടുക. അതേപോലെ ഇവിടെ ഒരു ക്ലാസ് ഉണ്ടാവും, ആ ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ അതേ പ്രോപ്പർട്ടീസും കാര്യങ്ങളും മറ്റൊരു ക്ലാസ്സിന് കിട്ടുന്നതാണ് ഇൻഹെറിറ്റൻസ്. ഇനി മൊഡ്യൂലാരിറ്റി എന്ന് പറഞ്ഞാൽ എ കൺസെപ്റ്റ് ത്രൂ വിച്ച് പ്രോഗ്രാം ഈസ് പാർട്ടീഷൻ ഇൻ ടു സ്മോൾ സെഗ്മെൻറ്റ്. ഒരു കൺസെപ്റ്റാണ് മൊഡ്യൂലാരിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. അതുവഴി നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് മാറ്റുന്നതാണ് മൊഡ്യൂലാരിറ്റി. ഇനി അടുത്തത് പോളിമോർഫിസം തന്നെ പല ടൈപ്പ് ഉണ്ട്. കമ്പൈൽ ടൈം പോളിമോർഫിസം, റൺ ടൈം പോളിമോർഫിസം ഉണ്ട്. അതുപോലെ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്താണ്, ഓപ്പറേറ്റർ ഓവർ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം കമ്പൈൽ ടൈം പോളിമോർഫിസം, റൺ ടൈം പോളിമോർഫിസം നോക്കാം. പോളിമോർഫിസം എന്താണെന്ന് മനസ്സിലായാലും എബിലിറ്റി ടു പ്രോസസ് ഡിഫറെൻ്റ്ലി, എബിലിറ്റി ടു പ്രോസസ് ഒബ്ജക്ട്സ് ഡിഫറെൻ്റ്ലി, പല രീതിയിൽ നമ്മൾ അതിനെ ആക്കുക. അതിൽ കമ്പൈൽ ടൈം പോളിമോർഫിസത്തിന് വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് പോളിമോർഫിസം. പോളിമോർഫിസം ഡ്യൂറിങ് കമ്പൈലേഷൻ, എററൊക്കെ തിരുത്തുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പോളിമോർഫിസമാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം. അതിന് എക്സാമ്പിൾ ആണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. പഠിച്ചു വെക്കുക. കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ദ പോളിമോർഫിസം ഡ്യൂറിങ് കമ്പൈൽ ടൈം. റൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ദ പോളിമോർഫിസം ഡ്യൂറിങ് റൺ ടൈം. റൺ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോളിമോർഫിസമാണ് റൺ ടൈം പോളിമോർഫിസം. വെർച്വൽ ഫങ്ഷൻസ് എല്ലാം അതിന് എക്സാമ്പിൾ ആണ്. അതിന് പോയിന്റർ വേണം. അപ്പോൾ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്. ഇപ്പോൾ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം വരിക. അതേപോലെയാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരേ പേരുള്ള കുറേ ഫങ്ഷൻസ്, പക്ഷെ എല്ലാത്തിനും സിഗ്നേച്ചർ ഡിഫറെൻ്റ് ആണെന്ന് പറയും. അതായത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻഡ് ഏരിയ, ഇൻഡ് ഏരിയ, ഇൻഡ് ഏരിയ, 3 ഏരിയകളുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ ബ്രാക്കറ്റ്സുകൾ ഡിഫറെൻ്റ് ആണ്. ആദ്യത്തെ ഇൻഡ് ഏരിയയ്ക്ക് 2 ഇൻഡ് ഉണ്ട്, രണ്ടാമത്തേന് 1 ഇൻഡ് ഉള്ളൂ, മൂന്നാമത്തേന് ഇൻഡ് ഇല്ല. സോ ദ ഫംഗ്ഷൻ വിത്ത് ദ സെയിം നെയിം, ഒരേ പേരുള്ള ഫങ്ഷൻസ് ബട്ട് ഡിഫറെൻറ്റ് സിഗ്നേച്ചർ ക്യാൻ ആക്ട് ഡിഫറെൻ്റ്ലി. പല സിഗ്നേച്ചറുകളാണെങ്കിൽ നമ്മളതിനെ പറയുന്നതാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്. അപ്പോൾ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ് ഓഫ് ഗിവിംഗ് ന്യൂ മീനിങ് ടു എക്സിസ്റ്റിംഗ് C++ ഓപ്പറേറ്റർ. ഒരു ഓപ്പറേറ്റർ തന്നെ നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. ന്യൂ മീനിങ് ഓൾറെഡി ഉള്ളൊരു ഓപ്പറേറ്ററാണ്, പല ആവശ്യങ്ങൾക്ക് വേണ്ടി ന്യൂ മീനിങ് ആയിട്ട് നമ്മൾ കൊടുക്കാം. ഇനി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കണം. സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ഉണ്ട്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ക്ലാസ് ഉണ്ടാവും A, അതിൽ നിന്ന് ഉണ്ടാക്കിയതാണ് സിംഗിൾ ലെവൽ ഇൻഹെറിറ്റൻസ്. ഒരു ബേസ് ക്ലാസ്, അതിൽ നിന്ന് ഉണ്ടാക്കിയ ക്ലാസ്സാണ് ഡിറൈവ്ഡ് ക്ലാസ്. ദ ക്ലാസ് വിച്ച് ഡിറൈവ്ഡ് ഫ്രം എ ബേസ് ക്ലാസ്, ബേസ് ക്ലാസ്സിൽ നിന്ന് ഉണ്ടാക്കിയ ക്ലാസ്സാണ് ഡിറൈവ്ഡ് ക്ലാസ്. ഹയറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബേസ് ആയിട്ടൊരു ക്ലാസ് ഉണ്ടാവും, അതിന് 2 എണ്ണം ഉണ്ടാക്കുക, അതാണ് ഹയറാർക്കിക്കൽ. ഇനി മറ്റേന്ന് പറഞ്ഞാൽ 2 ബേസ് ഉണ്ടാവും, 2 എണ്ണത്തിൽ നിന്നും 1 എണ്ണം ഉണ്ടാക്കുക, അതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇനി 4ാമത്തേത് മൾട്ടി ലെവൽ, ആദ്യം ഒരു ബേസ് ക്ലാസ്, അതിൽ നിന്നൊരു ഡിറൈവ്ഡ് ക്ലാസ്, ആ രണ്ടാമത്തേന് വീണ്ടും ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാക്കുക. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലാസ് ഉണ്ടാവും, അതിൽ നിന്ന് 2 എണ്ണം ഉണ്ടാക്കും, പിന്നെ രണ്ടാമത്തേന് നമ്മൾ വീണ്ടും 3ാമത്തെ ഉണ്ടാക്കുക, അതാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് ഈ ഫിഗർ ഇങ്ങനെ വരച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാർക്കാണ്. അപ്പോൾ സിംഗിൾ ലെവൽ എളുപ്പമാണല്ലോ, ഒരെണ്ണത്തിൽ നിന്ന് വേറെ എണ്ണം ഉണ്ടാക്കുക. ഹൈറാർക്കിക്കൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ നിന്ന് 2 ക്ലാസ് ഉണ്ടാക്കുക. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ 2 എണ്ണത്തിൽ നിന്ന് 1 എണ്ണം ഉണ്ടാക്കുക. മൾട്ടി ലെവൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ നിന്ന് വേറെ എണ്ണം ഉണ്ടാക്കി അതിൽ നിന്ന് വേറെ ഉണ്ടാക്കുക കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഒരു ഡയഗ്രാം കൃത്യമായി പഠിച്ചു വെച്ചോളൂ. ഡാറ്റ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ, ഡാറ്റ സ്ട്രക്ചേഴ്സ് സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്, കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. ഇത് വരയ്ക്കാൻ ചോദിക്കും. സിമ്പിൾ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അറേയും സ്ട്രക്ചറും ആണ്. കോമ്പൗണ്ട് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലീനിയറും നോൺ ലീനിയറും ആണ്. ലീനിയറിലെ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ്. നോൺ ലീനിയറിലെ ട്രീയും ഗ്രാഫും ആണ് വരിക. അപ്പോൾ മെമ്മറി ലൊക്കേഷൻസ് 2 ടൈപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് മെമ്മറി ലൊക്കേഷനും അതുപോലെ തന്നെ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്ന് പറഞ്ഞ 2 എണ്ണം ഉണ്ട്. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻസ് ഓൺ ഡാറ്റ സ്ട്രക്ചർ. ഡാറ്റ സ്ട്രക്ചറിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ട്രാവേഴ്സ് ചെയ്യാം, സെർച്ച് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം, ഡിലീഷൻ ചെയ്യാം, സോർട്ട് ചെയ്യാം, മെർജ് ചെയ്യാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്റ്റാക്കാണ്. സ്റ്റാക്കിൽ 2 ഓപ്പറേഷൻസ് ആണ് വരിക. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലേറ്റിൻ്റെ മുകളിൽ വേറെ പ്ലേറ്റ് മുകളിലേക്ക് വെച്ചാൽ എന്താണ്, അതാണ് സ്റ്റാക്ക്. ഒരു ഡാറ്റയുടെ മുകളിൽ അടുത്ത ഡാറ്റ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ പുതിയ പ്ലേറ്റ് വയ്ക്കുക മുകളിലേക്കാണ്, പുതിയ പ്ലേറ്റ് പുറത്തേക്ക് എടുക്കുന്നത് മുകളിൽ നിന്നാണ്. അപ്പം ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്.
ലാസ്റ്റ് നിൽക്കുന്ന പ്ലേറ്റ് ആണ് നമ്മൾ എടുക്കുക, അതുപോലെ ലാസ്റ്റ് തന്നെയാണ് നമ്മൾ പുതിയത് വെക്കുക. അപ്പൊ ഇൻസേർഷനും ഡിലീഷനും ഒരു സൈഡിലാണ്. അതാണ് LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. അപ്പൊ സ്റ്റാക്കിന്റെ പ്രിൻസിപ്പിൾ എന്താന്ന് ചോദിച്ചാൽ LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ലാസ്റ്റത്തെ ആളാണ് ഫസ്റ്റ് പോരുക. പ്ലേറ്റുകൾ വെച്ച് 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 ലാസ്റ്റ് ഏത് പ്ലേറ്റിനാണ് വെച്ചത് ആ പ്ലേറ്റിനെയാണ് പുറത്തേക്ക് നമ്മൾ ആദ്യം എടുക്കുക, അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. ഇത് രണ്ട് ഓപ്പറേഷൻ ഉണ്ട്, പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഡാറ്റ എൻ്റർ ചെയ്യുക, പോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക. സോ ഓൾറെഡി സ്റ്റാക്ക് ഫുൾ ആണ്, വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന് പറയും. ഇനി ഓൾറെഡി സ്റ്റാക്കിൽ ഒന്നുമില്ല, അതിൽ നിന്ന് നമ്മൾ വീണ്ടും കളയാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും സ്റ്റാക്ക് അണ്ടർഫ്ലോ. അപ്പോൾ സ്റ്റാക്ക് ഈസ് എ ഡാറ്റ സ്ട്രക്ചർ ദാറ്റ് ഫോളോ LIFO, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പ്രിൻസിപ്പിൾ. ഓൾ ദ ഇൻസേർഷൻസ് ആൻഡ് ഡിലീഷൻസ് ആർ മെയ്ഡ് അറ്റ് വൺ എൻഡ്. എല്ലാ പുതിയത് വെക്കുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും ഒരു എൻഡിലാണ്. അതാണ് ടോപ്പ് എന്ന് പറയുന്ന വേരിയബിൾ. പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻസേർട്ടിങ് ന്യൂ ഡാറ്റ ഐറ്റം ഇൻ ടു ദ സ്റ്റാക്ക് അറ്റ് ടോപ്പ് പൊസിഷൻ. പുതിയ ഡാറ്റ വെക്കുന്നതാണ് പുഷ് ഓപ്പറേഷൻ. വൺസ് സ്റ്റാക്ക് ഈസ് ഫുൾ, ഇത് ഫുൾ ആണെങ്കിൽ ഇഫ് വി അറ്റംപ്റ്റ് ടു ഇൻസേർട്ട് എൻ ഐറ്റം, ഓൾറെഡി ഫുൾ ആണ്, അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇമ്പോസിബിൾ സിറ്റുവേഷൻ. അതാണ് സ്റ്റാക്ക് ഓവർഫ്ലോ ആയി എന്ന് പറയും. ഇനി പോപ്പ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡിലീറ്റിംഗ് എൻ എലമെന്റ് ഫ്രം ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഇഫ് വി ട്രൈ ടു ഡിലീറ്റ് എൻ ഐറ്റം ഫ്രം എംപ്റ്റി സ്റ്റാക്ക്, എംപ്റ്റിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർഫ്ലോ എന്ന് നമ്മൾ പറയും. ഇനി ക്യൂവിന്റെ പ്രത്യേകത എന്താ? ക്യൂ നമ്മൾ സാധാ എവിടെയെങ്കിലൊക്കെ സിനിമ തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ക്യൂ നിൽക്കുമ്പോൾ എന്താ പ്രത്യേകത? ഫസ്റ്റ് നിന്ന ആളാണ് ആദ്യം പുറത്തേക്ക് പോവുക, അല്ലെ? ക്യൂവിന്റെ ആദ്യം ഫസ്റ്റ് ആര് നിന്നോ അയാളായിരിക്കും എന്ത് ചെയ്യുക, ആദ്യം ടിക്കറ്റ് കിട്ടി പുറത്തേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് പ്രിൻസിപ്പിൾ. അതിന് ഫ്രണ്ടും റയറും ഉണ്ട്. ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാണ് വേഗം ഔട്ട് പുറത്തേക്ക് പോകാൻ പറ്റുക, ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്ന ഭാഗത്തേക്കാണ് പുതിയ പുതിയ ആൾക്കാർ വരിക. അപ്പൊ ഇൻസേർഷൻ ഓഫ് ഡാറ്റ അറ്റ് ദ റയർ എൻഡിലാണ് വരിക. ഡിലീഷൻ വിൽ ബി അറ്റ് ദ ഫ്രണ്ട്. ഡിലീഷൻ ഫ്രണ്ടിൽ നിന്നും ഇൻസേർഷൻ റയറിൽ എൻഡിൽ നിന്നുമാണ്. ഇൻസേർഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ഐറ്റംസ് ആഡ് ചെയ്യുക, അത് റയറിലാണ് സംഭവിക്കുക. ഏറ്റവും അറ്റത്താണ് പുതിയ പുതിയ ആൾക്കാർ വന്ന് നിൽക്കുക. ഡിലീഷൻ സംഭവിക്കുന്നത് ഫ്രണ്ടിൽ നിന്നാണെന്നുള്ളതും പഠിക്കുക. ഇനി ഓൾറെഡി ലാസ്റ്റ് പോർഷൻ, ഇപ്പം നമുക്ക് ക്യൂ ഓവർഫ്ലോ, ക്യൂ അണ്ടർഫ്ലോ ഉണ്ട്. ക്യൂ ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? റയർ ഈക്വൽ ലാസ്റ്റ് പൊസിഷൻ. ആ ക്യൂ ഫുള്ളായി, റയർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റ് ആണ്, അത് ഓൾറെഡി ലാസ്റ്റ് പൊസിഷനിലാണെങ്കിൽ ഇഫ് വി അറ്റംപ്റ്റ് എൻ ഇൻസേർഷൻ, വീണ്ടും ഇൻസേർട്ട് ചെയ്യാൻ നോക്കിയാൽ, അപ്പോൾ സോ ഇഫ് ദ ക്യൂ ഈസ് ഫുൾ, ആ ക്യൂ ഫുൾ ആണെങ്കിൽ വി കനോട്ട് ആഡ് എൻ ഐറ്റം, വീണ്ടും ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യൂ ഓവർഫ്ലോ ആയി എന്ന് പറയും. അതുപോലെ ഓൾറെഡി ക്യൂ എംപ്റ്റി ആണ്, ഒരാൾ പോലും ക്യൂ നിൽക്കുന്നില്ല, അതിൽ നമ്മൾ ഒരാളെ കളയാൻ നോക്കിയാൽ പറ്റില്ല. സോ ഇഫ് വി ട്രൈ ടു ഡിലീറ്റ് എൻ ഐറ്റം ഫ്രം എ എംപ്റ്റി ക്യൂ, എംപ്റ്റിയിൽ നിന്ന് നമുക്ക് കളയേണ്ട ആവശ്യമില്ല, കളഞ്ഞാൽ നമ്മൾ പറയും അണ്ടർഫ്ലോ എന്നാണ് നമ്മൾ പറയാം. ഇതുപോലെ സർക്കുലർ ക്യൂ ഉണ്ട്. സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും, സർക്കിളിന്റെ പ്രത്യേകത എന്താ? ഒരു വട്ടം, സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും ഒക്കെ ഒരെണ്ണമായിരിക്കും. അതാണ് സർക്കുലർ ക്യൂ എന്ന് പറഞ്ഞാൽ ടു എൻഡ് പോയിന്റ് മീറ്റ്, രണ്ട് എൻഡ് പോയിന്റ് മീറ്റ് ചെയ്യും. ഇറ്റ്സ് അഡ്വാൻറ്റേജ് ഓവർ ലീനിയർ ക്യൂ ഇസ് ദ സ്പേസ് യൂട്ടിലൈസേഷൻ ഇസ് മാക്സിമം. ലീനിയർ ക്യൂ വെച്ച് നോക്കുമ്പോൾ മാക്സിമം സ്പേസ് യൂസ് ചെയ്യുന്നത് സർക്കുലർ ക്യൂലാണ്. ഓവർഫ്ലോ ഒക്കേഴ്സ് ഓൺലി ഇഫ് ഓൾ ദി ലൊക്കേഷൻസ് ആർ ഫിൽഡ് വിത്ത്, എല്ലാം ഫുള്ളായി കഴിഞ്ഞാലാണ് നമ്മൾ ഓവർഫ്ലോ ആയി എന്ന് പറയാം. അടുത്തത് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. വെബ് സെർവർ എന്താണ്, അതുപോലെ ഇങ്ങനത്തെ കുറച്ച് തിയറി സെക്ഷൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഭാഗങ്ങളൊന്നും ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. നമുക്കിത് അടുത്ത ക്ലാസ്സിൽ പറയാം, അടുത്തൊരു വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പറയാം. ഇതാണ് സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലേ ഔട്ട്, കണ്ടന്റ് എല്ലാം ഫിക്സ്ഡ് ആണ്, നമുക്കതിനെ മാറ്റാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം നമ്മൾ തുറന്നു നോക്കുമ്പോഴും അത് മാറിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ഹോം പേജ്. അതാണ് ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മാറിക്കൊണ്ടേയിരിക്കും, കണ്ടന്റും ലേ ഔട്ടൊക്കെ മാറും. സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ ചില വെബ് പേജുകൾ എപ്പോൾ നോക്കിയാലും അതുപോലെയാണ്, അതാണ് സ്റ്റാറ്റിക് വെബ് പേജ്. ഇറ്റ് ഈസ് ഫിക്സ്ഡ്. സ്റ്റാറ്റിക് വെബ് പേജുകൾക്ക് ഒരു ഡാറ്റാബേസിൻ്റെ ആവശ്യമില്ല. ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ അവിടെ ഡാറ്റാബേസ് ആവശ്യമാണ്. സ്റ്റാറ്റിക് വെബ് പേജ് ബ്രൗസറിലാണ് റൺ ചെയ്യുക, അവിടെ സെർവർ സൈഡ് ഒന്നുമില്ല. ഇനി ഡൈനാമിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ റൺ ചെയ്യുന്നത് സെർവർ സൈഡിലാണ്, റിസൾട്ടും എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നതും അതിലാണ്. സ്റ്റാറ്റിക് വെബ് പേജ് ഈസിയാണ്, ഡൈനാമിക് വെബ് പേജ് കുറച്ചുകൂടി പ്രോഗ്രാമിംഗ് സ്കില്ല് വേണം. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഫിക്സ്ഡ് ആണ്,
അവിടെ സ്റ്റാറ്റിക് വെബ് പേജസ് ഒരിക്കലും ഡാറ്റാബേസിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ്ലി റൺ ഓൺ ദ ബ്രൗസറിലാണ് റൺ ചെയ്യുക. ഇപ്പോൾ ഗൂഗിള് അങ്ങനെയുള്ള സംഭവങ്ങളാണ് റൺ ചെയ്യുക. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി സെർവർ ഓർ എനി ഡാറ്റാബേസ്. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഈസി ടു ഡെവലപ്പ് ആണ്. നേരെ ഓപ്പോസിറ്റാണ് ഡൈനാമിക് വെബ് പേജ്. ഫിക്സഡ് അല്ല, അത് മാറിക്കൊണ്ടേയിരിക്കും. ഡാറ്റാബേസ് വേണം, സെർവർ സൈഡ് അപ്ലിക്കേഷൻസ് വേണം, അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രോഗ്രാമിംഗ് സ്കില്ലൊക്കെ വേണം. ഇനി സ്ക്രിപ്റ്റിംഗ് ഇൻ വെബ് ഡിസൈനിങ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം കോഡാണ്. HTML എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുന്നതാണ് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതൊക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്? ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP, Perl ഒക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. 2 തരത്തിലുള്ള സ്ക്രിപ്റ്റിംഗ് ഉണ്ട്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റ് ബ്രൗസർ, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ബ്രൗസർ ഗൂഗിൾ അല്ലെങ്കിൽ മൊസില്ല ഫയർഫോക്സ്, അവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക സ്ക്രിപ്റ്റ്. ആ പ്രോഗ്രാമിംഗ് കോഡ് നമ്മുടെ സൈറ്റിലാണ്. ഇനി ഇവിടെ എക്സിക്യൂഷനും നമ്മുടെ സൈറ്റിലാണ്. സ്ക്രിപ്റ്റ്, ഈ പ്രോഗ്രാമിംഗ് കോഡ് റൺ ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നതും നമ്മുടെ ബ്രൗസറിലാണ്. സോ മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് വാലിഡേഷന് വേണ്ടിയിട്ടാണ്. വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ യൂസർ നെയിമിൽ പാസ്വേഡൊക്കെ അടിച്ച് നമ്മൾ കയറില്ലേ, ആ ഭാഗം എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. അതാണ് വാലിഡേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. യൂസേഴ്സ് ക്യാൻ ബ്ലോക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സ്ക്രിപ്റ്റിംഗ് എപ്പോൾ വേണമെങ്കിലും നിർത്താനൊക്കെ ആയിട്ട് പറ്റും. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതല്ല, അത് വെബ് സെർവറിലുള്ള സ്ക്രിപ്റ്റാണ്. ഒരു സെർവർ ഉണ്ടാവും, അവിടെയാണ് പ്രോഗ്രാമിംഗ് കോഡ് ഉണ്ടാവുക, അവിടെയാണ് സ്ക്രിപ്റ്റ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യുക. പക്ഷേ നമുക്ക് വെബ് പേജ് തരുന്നത് നമ്മുടെ ബ്രൗസറിലാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും സെർച്ച് ചെയ്തു, അപ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക സെർവറിലാണ്. പക്ഷെ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക നമ്മുടെ ഗൂഗിൾ, നമ്മുടെ ആ ഒരു ക്രോമിലൊക്കെയാണ് നമുക്ക് കാണിച്ചു തരിക. സോ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സെർവറിലും വെബ് പേജ് ഉണ്ടാവുന്നത് ക്ലയൻറ്റ് ബ്രൗസറിലുമാണ്. ഇനി സെർവർ സൈഡ് സ്ക്രിപ്റ്റ് ആർ യൂഷ്വലി യൂസ് ടു കണക്ട് ഡാറ്റാബേസ് ആൻഡ് റിട്ടേൺ ഡാറ്റ. ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റാസിന് എടുക്കുക, അതിനൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ബ്ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് ബ്രൗസറിലാണ് എക്സിക്യൂഷൻ, ക്ലയൻറ്റ് ബ്രൗസറിലാണ് കോപ്പി ചെയ്യുന്നത്, ക്ലയൻറ്റ് ബ്രൗസറിലാണ് എല്ലാ ഓപ്പറേഷൻസ് നടക്കുന്നത്. വാലിഡേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ സെർവർ സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് വെബ് സെർവറിലാണ് ഉണ്ടാവുക, എക്സിക്യൂഷൻ വെബ് സെർവറിലാണ്. വെബ് പേജ് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ കിട്ടും. പക്ഷേ വെബ് സെർവറിലാണ് സ്ക്രിപ്റ്റ് ഉള്ളതും എക്സിക്യൂഷൻസും ഒക്കെ നടക്കുക. ഇത് യൂസ് ചെയ്യുന്നത് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ, ഡാറ്റ കിട്ടാൻ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കത് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഞാൻ, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് എടുത്തുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതൊന്നും നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത്. പിന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഏതാണെന്നും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഏതാണെന്നും നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊക്കെ എക്സാമ്പിൾസ് കേട്ടോ. അപ്പോൾ ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ് ഒക്കെ ക്ലയൻറ്റ് സൈഡാണ്. PHP, JSP, ASP, Perl ഒക്കെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണ്. ബാക്കി HTML ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞതൊന്നും ഒരിക്കലും വിട്ട് കളയരുത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കാണിച്ചു തരാം കേട്ടോ. 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനിയും വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ഡീറഫറൻസ് ഓപ്പറേറ്റർ യൂസ്ഡ് ഇൻ പോയിന്റേഴ്സ്. നമുക്ക് പോയിന്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഡീറഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ പഠിക്കാനുണ്ട്. അത് ആക്ച്വലി സ്റ്റാർ ആണ്. ആരാണ് ഡീറഫറൻസ് ഓപ്പറേറ്റർ? ഇറ്റ് റിട്രീവ്സ് ദ വാല്യൂ അറ്റ് ദ ലൊക്കേഷൻ പോയിന്റഡ് ബൈ പോയിന്റർ. നമുക്കൊരു പോയിന്റർ ഉണ്ടാവും, ആ പോയിന്ററിൻ്റെ ഉള്ളിൽ ഒരു അഡ്രസ്സ് ഉണ്ടാവും, ആ അഡ്രസ്സിലേക്ക് പോകും. അതാണ് ഡീറഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, വാല്യൂ അറ്റ് ദ ലൊക്കേഷൻ പോയിന്റഡ് ബൈ പോയിന്റർ. ഒരു പോയിന്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊരു ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ആ ലൊക്കേഷനിലെ വാല്യൂ റിട്രീവ് ചെയ്യുക, എടുക്കുന്ന ആളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പോയിന്റർ ആണ് PTR. അതിൻ്റെ ഉള്ളൊരു വാല്യൂ ഉണ്ട് 1001. ഈ 1001 പോയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ആണ് പുറത്തേക്ക്. ഇപ്പോൾ നമ്മൾ സ്റ്റാർ PTR എന്ന് കൊടുത്താൽ നമുക്ക് പുറത്തേക്ക് ഔട്ട്പുട്ട് കിട്ടുക 25 എന്നാണ്. ഇതാണ് സ്റ്റാർ എന്ന് പറയുന്ന ഡീറഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വാല്യൂ അറ്റ് ഓപ്പറേറ്റർ എന്നും ഇതിനെ പേര് വിളിക്കാറുണ്ട്. അടുത്ത ചോദ്യം, റൈറ്റ് ദ യൂസ് ഓഫ് ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റേഴ്സ്. ന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടാണ്. ന്യൂ എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു മെമ്മറി അലോക്കേറ്റ് ആവും. മെമ്മറി അവിടെ സ്പേസ് അവിടെ കൊടുക്കും. റണ്ണിങ് ടൈമിൽ തന്നെ ഒരു പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തന്നെ ന്യൂ ഓപ്പറേറ്റർ കണ്ടുവെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അവിടെ ഒരു സ്പേസ് മാറ്റി വയ്ക്കും, അലോക്കേറ്റ് ചെയ്യും. ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ടു ഡീ അലോക്കേറ്റ് ദ മെമ്മറി, ആ മെമ്മറിനെ മാറ്റാൻ, അതായത് ആ സ്ഥലം അവിടെ എംപ്റ്റി ആക്കി വാക്കൻ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡീ അലോക്കേറ്റ് ചെയ്യുക.
ഓൾറെഡി എടുത്തു വെച്ച റിസർവ് ചെയ്ത സ്ഥലം മാറ്റി സാധാരണ നോർമൽ രൂപത്തിലേക്ക് ആക്കാനാണ് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. റൈറ്റ് ദ ഓൺലി ടു റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് സപ്പോർട്ടഡ് ഇൻ പോയിന്റേഴ്സ്. പോയിന്റേഴ്സിലുള്ള റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് 2 ആകുള്ളൂ. 2 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉള്ളൂ. ഒന്ന് ഈക്വാലിറ്റി, ഒന്ന് നോട്ട് ഈക്വാലിറ്റി. അടുത്തത് റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് ക്ലാസ്. ഒരു ക്ലാസിന്റെ ജനറൽ ഫോം ഇങ്ങനെയാണ് വരിക. ആദ്യം ക്ലാസ്, പിന്നെ ക്ലാസിന്റെ നെയിം, അതിൻ്റെ ഉള്ളിൽ പ്രൈവറ്റും പബ്ലിക്കും ആയിട്ടും ചില വേരിയബിൾസ് ഉണ്ടാവും. ആദ്യം പ്രൈവറ്റിൽ വേരിയബിൾ ഡിക്ലറേഷനും ഫംഗ്ഷൻ ഡിക്ലറേഷനും ചെയ്യും. ഇനി പബ്ലിക് ആയിട്ട് വേരിയബിൾ ഡിക്ലറേഷനും ഫംഗ്ഷൻ ഡിക്ലറേഷനും ചെയ്യാം. അപ്പോൾ പ്രൈവറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആരൊക്കെ ഡിക്ലെയർ ചെയ്തോ അത് ആ ക്ലാസിൻ്റെ ഉള്ളിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പബ്ലിക്കിൽ ആരൊക്കെ ഉണ്ടോ, ഏതൊക്കെ ഫംഗ്ഷൻസ് ഉണ്ടോ അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിലെ വേരിയബിൾ ഡിക്ലറേഷൻ അല്ലെങ്കിൽ വേരിയബിൾ, ഈ പ്രൈവറ്റിലും പബ്ലിക്കിലും ഉള്ള വേരിയബിൾ ഡിക്ലറേഷൻ പിങ്ക് കളറിൽ ടിക്ക് ചെയ്ത 2 നമ്മൾ ഡാറ്റ മെമ്പേഴ്സ് എന്നാണ് വിളിക്കുക. വേരിയബിൾസ് ഡിക്ലെയേഴ്സ് ഇൻസൈഡ് എ ക്ലാസ്. ഒരു ക്ലാസിന്റെ ഉള്ളിലെ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് നെയിം എന്തെങ്കിലും കൊടുക്കുക. ഒരു ക്ലാസിന്റെ ഉള്ളിലുള്ള വേരിയബിൾസിനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ മെമ്പർ. അതിലുള്ള ഫംഗ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് മെമ്പർ ഫംഗ്ഷൻ. അപ്പൊ അത് പഠിക്കണം കേട്ടോ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ലാസ്റ്റ് ഇങ്ങനൊരു നമ്മുടെ ഈ ബ്രേസസ് അല്ലെങ്കിൽ ഈ ഒരു ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തിട്ട് 2 കുത്ത് നമ്മളത് ഇടണം കേട്ടോ. ഇനി അടുത്തത് ഡിഫൈൻ ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Inheritance is the process by which objects of one class acquires the property and functioning of another class. ഒരു ക്ലാസിന്റെ അതേ പ്രോപ്പർട്ടി മറ്റൊരു ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ക്ലാസിന്റെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്ലാസിന്റെ അതേ പ്രോപ്പർട്ടി അനദർ ക്ലാസ് എടുക്കുന്നതാണ് ഇൻഹെറിറ്റൻസ്. ഇനി എന്താണ് ഡാറ്റ സ്ട്രക്ചർ? ഡാറ്റ സ്ട്രക്ചർ ഇസ് എ പെർട്ടിക്കുലർ വേ ഓഫ് ഓർഗനൈസിങ് സിമിലർ ഓർ ഡിസിമിലർ ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ്. നമ്മൾ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റംസിനെ ഓർഗനൈസ് ചെയ്യുക, ഒന്നെങ്കിൽ സിമിലർ വേ അല്ലെങ്കിൽ ഡിസിമിലർ വേയിൽ അറേഞ്ച് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് വിച്ച് ക്യാൻ ബി പ്രോസസ്ഡ് ആസ് എ സിംഗിൾ യൂണിറ്റ്. സോ ഡാറ്റ സ്ട്രക്ചറിനെ പഠിക്കുക എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് ഇംപ്ലിമെന്റിങ് എ സ്റ്റാക്ക് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് മോർ പ്രിഫേർഡ് ദാൻ ഇംപ്ലിമെന്റിങ് സെയിം സ്റ്റാക്ക് യൂസിങ് അറേ. നമ്മളെ കയ്യിൽ ഒരു സ്റ്റാക്ക് ഉണ്ടെങ്കിൽ അത് ലിങ്ക് ലിസ്റ്റ് വെച്ചിട്ടാണോ അറേ വെച്ചിട്ടാണോ നമുക്ക് നല്ലത് അതിനെ അറേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഒരു സ്റ്റാക്കിനെ ലിങ്ക്ഡ് ലിസ്റ്റ് ആണോ നല്ലത്, അറേ ആണോ നല്ലത്? അപ്പോൾ ഇപ്പോഴും നമ്മൾ പറയാം ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് മോർ പ്രിഫേർഡ്. ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് നല്ലത്. കാരണം ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഇറ്റ് അഡ്ജസ്റ്റ് ദെയർ സൈസ് അലൗവിങ് ഫോർ എഫിഷ്യൻറ്റ് മെമ്മറി യൂസേജ് ആസ് എലമെന്റ്സ് ആർ ആഡഡ് or removed without require resizing. നമുക്ക് എത്ര വേണമെങ്കിലും എലമെന്റ്സുകളെ എഫിഷ്യൻ്റ് ആയിട്ട് ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും എളുപ്പമാണ് ലിങ്ക്ഡ് ലിസ്റ്റിൽ. അത് നമ്മൾ അറേ വെച്ച് നോക്കുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ഏറ്റവും നല്ലത്. ഇനി വാട്ട് ഇസ് ദ റോൾ ഓഫ് വെബ് സെർവർ? വെബ് സെർവറിന്റെ റോളുകൾ എന്തൊക്കെയാണ്? വെബ് സെർവർ കൺസിസ്റ്റ് ഓഫ് സെർവർ കമ്പ്യൂട്ടർ ദാറ്റ് റൺസ് ഓവർ എ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് വെബ് സെർവർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് ഓൺ ഇറ്റ്. വെബ് സെർവർ എന്ന് പറഞ്ഞാൽ കുറേ സെർവർ കമ്പ്യൂട്ടറുകളാണ്, അതിലൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അതാണ് നമുക്ക് വേണ്ട എല്ലാ സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് www, ഇമെയിൽ, ഇതെല്ലാം ഇൻ്റർനെറ്റിലൂടെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കിട്ടുന്നത് വെബ് സെർവർ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഡിസ്ക്രൈബ് അബൌട്ട് 2 types ഓഫ് സ്ക്രിപ്റ്റിംഗ്. 2 ടൈപ്പ് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചാണ് ചോദ്യം. ഒന്ന് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഒന്ന് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ദ സ്ക്രിപ്റ്റ്സ് ഈസ് കോപ്പി ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. അത് ആ ഒരു നമ്മൾ എഴുതിയിട്ടുള്ള ലാംഗ്വേജ് നമ്മുടെ ബ്രൗസറിൽ ഉണ്ടായിരിക്കും. മറ്റേത് സെർവറിലാണ്. സ്ക്രിപ്റ്റ് റിമെയിൻസ് ഇൻ ദ വെബ് സെർവർ. ഇനി സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതും ക്ലയൻറ്റ് ബ്രൗസറിലായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ ക്രോം, മൊസില്ല ഫയർഫോക്സ്, അവിടെ ആയിരിക്കും എല്ലാം എക്സിക്യൂഷനും ഒക്കെ നടക്കുക. ഇവിടെ എക്സിക്യൂഷൻ നടക്കുന്നത് വെബ് സെർവറിലാണ്. പക്ഷെ ഉണ്ടാവുന്ന വെബ് പേജ് നേരെ ക്ലയൻറ്റ് ബ്രൗസറിലേക്ക് കിട്ടും. നമ്മളിപ്പോൾ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നത് വെബ് സെർവറിൽ നിന്നാണ്. അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക നമ്മുടെ ബ്രൗസറിലാണ്. ക്രോം ആണെങ്കിൽ ക്രോം, ഗൂഗിൾ ആണെങ്കിൽ ഗൂഗിൾ, അതിലാണ് നമുക്ക് ആ വെബ് പേജ് ഒക്കെ കാണാൻ പറ്റുക. അടുത്തത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് CSS. CSS എന്ന് പറഞ്ഞാൽ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് ആണ്. ഇറ്റ്സ് എ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് ഫോർമാറ്റിംഗ് ഓഫ് എ ഡോക്യുമെന്റ് റിട്ടൺ ഇൻ HTML. അതായത് അതൊരു സ്റ്റൈലാണ്. നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ ഒരു ഡോക്യുമെന്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ഡോക്യുമെന്റിന്റെ
ഇപ്പം എന്ത് വേണമെങ്കിലും നമുക്ക് അതിനെ ഫോർമാറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, യൂസിങ് CSS വി ക്യാൻ കൺട്രോൾ ദ കളർ ഓഫ് ദ ടെക്സ്റ്റിൻ്റെ കളർ കൺട്രോൾ ചെയ്യാം, സ്റ്റൈൽ ഓഫ് ദ ഫോൺ, സ്പേസിങ് ബിറ്റ്വീൻ പാരഗ്രാഫ്, അങ്ങനെയുള്ള ഫോർമാറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് CSS. ഈ CSS നമുക്ക് 3 രീതിയിൽ എംബഡ് ചെയ്യാം. ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരു വെബ് പേജിൽ ഇൻലൈൻ ആയിട്ട് ചെയ്യാം. ഇൻലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ CSS എന്ന് പറഞ്ഞ ഒരു ടാഗ് ഉപയോഗിച്ച് നമുക്കതിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ 3 രീതിയിൽ ചെയ്യാം. അതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്, ഡിസ്ക്രൈബ് 2 types ഓഫ് മെമ്മറി അലോക്കേഷൻ ടെക്നിക്സ്. 2 രീതിയിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. ഒന്ന് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, 2 ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ടേക്ക് പ്ലേസ് ബിഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. പ്രോഗ്രാമിന് മുമ്പ് തന്നെ മെമ്മറി ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടാവും, അതാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി അലോക്കേറ്റ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. ആ പ്രോഗ്രാം റണ്ണിങ് സമയത്താണ്, റൺ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും.